ഹലോ, ഞാൻ പാലക്കാട്ടുകാരൻ്റെ ഇപ്പൊ ഒരു വീഡിയോ കണ്ടു കേട്ടാ. എന്റെ കാട്ടേ കൊറേ പ്രശ്നങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ട്, ഇനിയും ഞങ്ങൾ നേരിടും എന്നാണ് പറയണത്. ആ പെണ്ണാണ് ആ ചെക്കനെ കേട് വരുത്തുന്നത്, സത്യമായിട്ടും. അല്ലാണ്ട് അവനല്ല, ആ പെണ്ണ് കേട് വരുത്തിയാണ് ആ ചെക്കനെ. എന്താ ഞാൻ പറയാ, ഈ പെണ്ണ് റോട്ടിൽ എങ്ങനെ അവൻ്റെ കൂടെ മനസ്സമാനത്തിൽ കിടക്കണത്? എങ്ങനെ അന്ത്യം ഉറങ്ങുണ്ടാവും? അയ്യേ, ഒന്ന് ആലോചിച്ച് നോക്ക്. എനിക്കതങ്ങോട്ട് ആലോചിക്കുമ്പോ തന്നെ ലജ്ജകേട് തോന്നുക. 40-45 വയസ്സായ ചെക്കനല്ലേ, പോട്ടെ 40-40 വയസ്സുണ്ടാവൂല്ലേ, പച്ചയ്ക്ക് പറയാൻ നിവൃത്തിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. എങ്ങനെ ഇവർ മനസ്സമാനത്തിൽ അതിൻ്റെ ഉള്ളിൽ കിടക്കണത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാനിത് കുറ്റം പറയല്ല കേട്ടോ, സത്യമായിട്ടുള്ള കാര്യം. നമ്മൾ വീട്ടിൽ തന്നെ കിടക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ സുരക്ഷിതയല്ല. എന്നിട്ടാണ് ഈ റോഡ് സൈഡ് ചങ്കുറപ്പുണ്ടാ പറഞ്ഞിട്ട്. അവന് ചങ്കുറപ്പില്ലല്ലോ. ഞാൻ അവൻ്റെ ഉറപ്പിനെ ഞാൻ പറയണില്ല ഞാൻ, കാരണം അവരിനെ പോലെ കേവലം കെട്ടവളാവും ഞാൻ. അതുകൊണ്ട് ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നിട്ട് ആൾക്കാർ പോയിട്ട് ഇവരിനെ കാണാണ്ട് അങ്ങനെ കണ്ണ് പുളിച്ചിട്ട് ഇരിക്കുകയായിരുന്നു. കണ്ടപ്പോൾ വലിയ സന്തോഷമായി. സത്യമായിട്ട് എനിക്ക് അവരിനെ സന്തോഷം ഉണ്ടായിരുന്നു ആദ്യമൊക്കെ. പക്ഷെ ഇവരിങ്ങനെയാണ് ജീവിക്കണതെന്ന് അറിഞ്ഞപ്പോഴാണ് എനിക്ക് അവരിനോട് എന്താ പറയുക, ഒരു അറപ്പ് തോന്നിയത്. കാരണം ഞാൻ സമ്പാദിച്ചിട്ട് വാടക കൊടുത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അവർക്ക് രണ്ടാൾക്ക് കൈനും കാലിലും ഒരു കുരുവും ഇല്ല. അവർക്ക് ജോലിക്ക് കൂടെ പഴയ സാധനം പെറുക്കിയിട്ടൊക്കെ ഇന്നത്തെ കാലത്ത് ജോലിക്ക് പോകാൻ പറ്റും തോന്നുന്നുണ്ട്, അല്ല ജീവിക്കാൻ പറ്റും തോന്നുന്നുണ്ട്. അവൾക്കൊരു വീട്ടു പണിക്ക് പോയി അവനും കിട്ടണ പണിക്ക് പോയി പറഞ്ഞാൽ എത്ര സന്തോഷത്തിലൊരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് ജീവിക്കണമെന്ന് ആലോചിച്ച് നോക്ക്. അയ്യേ, വല്ലാത്ത 2 ജന്മങ്ങള്.